പ്രതിരോധത്തിൽ നിന്ന് പ്രതിരോധത്തിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് CPM. ആലപ്പുഴയിൽ ജി സുധാകരൻ അദ്ദേഹത്തിൻ്റെ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കിയിട്ടില്ല. മെമ്പർഷിപ്പ് പുതുക്കാനായി അദ്ദേഹത്തിൻ്റെ അടുത്ത് ബ്രാഞ്ച് സെക്രട്ടറി ചെന്നപ്പോൾ പറഞ്ഞു, ഞാൻ മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്ന് പറയുകയും മാത്രമല്ല അദ്ദേഹം ലായേഴ്സ് കമ്മിറ്റിയിലാണ് ഉള്ളത്, ബ്രാഞ്ചിലാണുള്ളത്. പുതുക്കുന്നില്ല എന്ന് മാത്രമല്ല അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിരിക്കുന്നത് ഗോവിന്ദ മാഷിൻ്റെ ഒരു പ്രയോഗമാണ്. പത്രക്കാർ ഗോവിന്ദ മാഷിനോട് വളരെ കൃത്യമായി ജി സുധാകരനോട് ചോദിക്കുമ്പോൾ പരിഹസിച്ച് ഏത് സുധാകരൻ, അയാൾ ആരപ്പ നമ്മുടെ പാർട്ടിയിൽ ഇപ്പോൾ എന്നുള്ള നിലയിൽ വളരെ പുച്ഛത്തോടുകൂടി, പരമപുച്ഛത്തോടുകൂടി സംസാരിച്ചപ്പോൾ വളരെ മോശമായിട്ടാണ് ജി സുധാകരൻ്റെ ഒരു സ്റ്റാൻഡ് നിൽക്കുന്നത്. ജി സുധാകരൻ ഒരു വിമതനായി മാറിക്കൊണ്ടിരിക്കുകയാണോ, അല്ലെങ്കിൽ പാർട്ടി അവിടെ അദ്ദേഹത്തെ വിമതനായി മാറ്റിയെടുക്കുകയാണോ? തോമസ് ഐസക്കിനും ആലപ്പുഴയിൽ ഒരു സാധ്യതയുമില്ല. ഐസക്കിൻ്റെ സീറ്റ് എവിടെ കൊടുക്കണമെന്നറിഞ്ഞാതെ, സ്ഥാനാർത്ഥി എവിടത്തേക്കെന്നറിയാതെ ഐസക്കിനെ ഇട്ടിങ്ങനെ വട്ടം കറക്കുകയാണ്. അദ്ദേഹത്തിനും സ്ഥാനാർത്ഥിത്വം ഉണ്ടായിരിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. ഇനി വടക്കോട്ട് പോയി കഴിഞ്ഞാൽ 2 ജില്ലകളിൽ വലിയ വിമത ശല്യത്തിലാണ് CPM നിൽക്കുന്നത്. ഒന്ന് പാലക്കാട്, PK ശശി പാർട്ടി രാജിവെച്ചു, KTDF സ്ഥാനമാനസ്ഥാനം രാജിവെച്ചു, പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 3 ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ കൂടി, പാലക്കാടുള്ള 3 ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ കൂടി പുറത്തിറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇയാളും കൂടെയൊക്കെ ആകുമ്പോൾ വലിയ ശക്തിയാവും. അവർ വിമത സമ്മേളനം അവിടെ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. വിമതന്മാരുടെ സമ്മേളനം PK ശശി ആയിരിക്കും ഉദ്ഘാടനം ചെയ്യുന്നത്. അവർ സ്വതന്ത്രരായി മത്സരിക്കുമോ, അതോ കോൺഗ്രസിൻ്റെ സപ്പോർട്ട് വാങ്ങുമോ, BJP സപ്പോർട്ട് വാങ്ങുമോ എന്നുള്ളത് വലിയ ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ CPMൻ്റെ സഹയാത്രികനായി നിന്ന് VS അച്യുതാനന്ദൻ്റെ അരുൺകുമാർ കഴിഞ്ഞാൽ മകനെ പോലെ 24 മണിക്കൂറും കൂടെ ഉണ്ടായിരുന്നു A സുരേഷ് വിമതനായി മാറിയിട്ട് കഴിഞ്ഞു. A സുരേഷ് മലമ്പുഴയിൽ മത്സരിക്കുന്നതിൻ്റെ ഭാഗമായി പാണക്കാട് ശിഹാബ് തങ്ങളെയും പോയി കണ്ടു കഴിഞ്ഞു. ഇനി മിക്കവാറും A സുരേഷ് മലമ്പുഴയിൽ മത്സരിക്കും. ഇത് കഴിയുമ്പോഴാണ് കണ്ണൂരിലേക്ക് പോകുമ്പോൾ വീണ്ടും വിമത ശല്യം വരുന്നു. അവിടെ പഞ്ചായത്ത് മെമ്പറായി നിന്ന് ജയിച്ചിട്ടുള്ള വൈശാഖൻ എന്ന് പറയുന്നൊരു പഞ്ചായത്ത് മെമ്പറുണ്ട്, CPMൻ്റെ വിമതനായി നിന്ന് ജയിച്ചു. ആ വൈശാഖനോ അല്ലെങ്കിൽ കുഞ്ഞികൃഷ്ണനോ, PV കുഞ്ഞികൃഷ്ണനോ ആയിരിക്കും അവിടെ വിമതനായിട്ട് മത്സരിക്കുക. അവിടെയും മറ്റൊരു കഥ കേൾക്കുന്നു. PK ശ്യാമളയാണ് തളിപ്പറമ്പിൽ മത്സരിപ്പിക്കുന്നതെങ്കിൽ തളിപ്പറമ്പ് ഇപ്പോൾ MV ഗോവിന്ദൻ്റെ മണ്ഡലമാണ്. അവിടെ MV ഗോവിന്ദൻ്റെ ഭാര്യയെ PK ശ്യാമളയെ മത്സരിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അതേസമയം നമ്മുടെ ചേച്ചിയെ ശൈലജ ടീച്ചറിനെ ഒതുക്കുവാനുള്ള ശ്രമവും, പേരാവൂരിലേക്ക് ഒതുക്കുവാനുള്ള ശ്രമവും, അവിടെ ക്രിസ്ത്യൻ മെജോറിറ്റിയുള്ള മലയോര കർഷകരൊക്കെ ധാരാളമുള്ള UDFന് വലിയ അപ്പർ ഹാൻഡുള്ള പേരാവൂരിലേക്ക് മാത്രമല്ല സണ്ണി ജോസഫ് അവിടെ മത്സരിക്കുകയാണ്. ആ സണ്ണി ജോസഫ് മത്സരിക്കുന്ന പേരാവൂരിലേക്ക് ശൈലജ ടീച്ചറെ തള്ളുകയും PK ശ്യാമളയ്ക്ക് പിന്നെ മക്കത്തായോ മരുമക്കത്തായോ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഇടപാടുകളിലൂടെ PK ശ്യാമളയ്ക്ക് തളിപ്പറമ്പ് മണ്ഡലം കൊടുക്കുകയും ചെയ്യുന്നതുമ്പോൾ അവിടെയും വിമതർ വരാനുള്ള ഒരു സാധ്യത. അപ്പോൾ കേരളമാകെ CPM പഴയ കാലത്തെ പോലെയല്ല. CPMനകത്ത് നിന്ന് പലരും രാജിവെക്കുന്നു, വിമതന്മാരുണ്ടാകുന്നു, വിവിധ ജില്ലകളിൽ വിമതന്മാരുണ്ടാകുന്നു. ഒരു സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ള ആരെയും അടുപ്പിക്കുന്നില്ല പിണറായി വിജയൻ. പറഞ്ഞു വരുമ്പോൾ നിലവിലുള്ള MLAമാർ മാത്രം മതി, പുതിയ ആരും വേണ്ട. പിന്നെ KK ശൈലജയ്ക്ക് വളരെ അത്യാവശ്യമാണെങ്കിൽ പേരാവൂരിൽ നിന്ന് മത്സരിച്ചോളൂ. കാര്യം കഴിഞ്ഞ ദിവസം കൂടിയ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായി അവർ കണ്ണീരൊലിപ്പിച്ച കഥ നമ്മൾ കേട്ടതാണ്. അപ്പോൾ കരഞ്ഞ് സങ്കടപ്പെട്ടപ്പോൾ ഒരു സഖാവിനെ കളയണ്ട, തോൽപ്പിച്ച് കളയാം, ജയിച്ച് നിൽക്കുന്ന ആളിനെ തോൽപ്പിച്ച് ഒരു മണ്ഡലത്തിൽ നിർത്തി തോൽപ്പിച്ചിട്ട് കളയാം എന്നുള്ള പുതിയ സിദ്ധാന്തം, പഴയ CPMൻ്റെ സിദ്ധാന്തം പൊടിതട്ടിയെടുത്തു. അങ്ങനെ പേരാവൂരിൽ വേണമെങ്കിൽ മത്സരിച്ചോളാൻ പറയുന്നു. മട്ടന്നൂരിലാണെങ്കിൽ CK സിനോജ് എന്ന് പറയുന്ന അവർക്ക് ഷുവർ സീറ്റായിട്ടുള്ള, മട്ടന്നൂർ CPMനെ സംബന്ധിച്ചിടത്തോളം തലശ്ശേരിയൊക്കെ പോലെ വളരെ ഷുവറായിട്ടുള്ള സീറ്റാണ്. ആ സീറ്റിലേക്ക് കൃത്യമായി ഇപ്പോൾ ധർമ്മടം, തലശ്ശേരി എന്നൊക്കെ പറയുന്ന പോലെ വളരെ കൃത്യമായൊരു ബെൽറ്റാണ് ഈ മട്ടന്നൂർ. ആ മട്ടന്നൂരിലേക്ക് ആരെ വിടുന്നു? CK സിനോജിനെ വിടുന്നു. DYFIയുടെ അവിടെ നിന്ന് നിലവിലെ MLA ആയിരുന്ന, ഏറ്റവും കൂടുതൽ വോട്ട് പാടിയ, 1,00,000 കൂടുതൽ വോട്ട് നേടിയ, വളരെ വലിയ ഭൂരിപക്ഷം നേടിയ KK ശൈലജയെ അവിടെ നിന്ന് മാറ്റി അവരെ കൃത്യമായി പേരാവൂരിലേക്ക് മാറ്റുന്ന ഒരവസ്ഥ. അപ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരെടുത്താലും പാലക്കാട് എടുത്താലും ആലപ്പുഴ എടുത്താലും വിവിധ ജില്ലകളെടുത്താൽ അവർ വലിയ വിമത ശല്യത്തിൻ്റെയും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിൽ പഴയ ആളുകളെല്ലാം കളഞ്ഞുകൊണ്ട് പുതിയ ആളുകളെ നിർണ്ണയിക്കുമ്പോൾ പിണറായി വിജയൻ ഒരിക്കൽ കൂടി പാർട്ടിക്കകത്ത് പിടി ശക്തമായി മുറുക്കുകയാണ്.
അപസ്വരങ്ങളൊന്നും പാർട്ടിക്കകത്ത് അനുവദിക്കില്ല എന്നുള്ളൊരു ചിന്തയും തന്നെക്കാൾ കഴിവുള്ള സീനിയറായിട്ടുള്ള ഒരാളും, പ്രായം കൊണ്ട് സീനിയർ ഇല്ലെങ്കിലും പൊളിറ്റിക്കലായിട്ടുള്ള അനുഭവ സമ്പത്ത് കൊണ്ടൊക്കെ സീനിയറായിട്ടുള്ള ഒരാളും ഇതിനകത്ത് ആവശ്യമില്ല, ഞാൻ മതി, ബാക്കിയെല്ലാം ജൂനിയേഴ്സ് ആയിക്കോട്ടെ എന്നുള്ള നിലയിലുള്ള വളരെ ശക്തമായ ഒരു നിലപാടാണ് പിണറായി എടുത്തിരിക്കുന്നത്. അതിനാവശ്യമായ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് താഴെ കിട്ടുന്നത്. നിലവിൽ മത്സരിച്ചിട്ടുള്ള എല്ലാവരെയും വീണ്ടും മത്സരിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എം എം മണിയെ പോലുള്ള എം എം മണിക്ക് സീറ്റില്ല, അങ്ങനെ ഒരാളിനെ മത്സരിപ്പിക്കുന്നില്ല. ബാക്കി മിക്കവാറും എല്ലാവർക്കും സീറ്റ് കൊടുക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഉടുമ്പൻചോലയിലാണെങ്കിൽ എം എം മണിക്ക് പകരം കെ ജയചന്ദ്രനാണ് സ്ഥാനാർത്ഥിയായി വരുന്നത്. അപ്പോൾ അത് മറ്റൊരു തരത്തിലേക്ക് വരുന്നു. അല്ലാതെ മിക്കവാറും എല്ലാ ആളുകൾക്കും, അതായത് CPM-ലുള്ള മിക്കവാറും എല്ലാവർക്കും, കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച 100 പേരിൽ മിക്കവാറും എല്ലാവർക്കും വീണ്ടും സീറ്റ് കൊടുക്കുന്ന ഒരു കാഴ്ചയാണുള്ളത്. ആ സീറ്റ് കൊടുക്കലിൽ നഷ്ടപ്പെടുന്നത് ഈ സീറ്റ് കിട്ടാതിരുന്ന ആളുകൾ. നേരത്തെ പറഞ്ഞത് അങ്ങനെയല്ല, 2 ടേമിൻ്റെ ഒരു പ്രശ്നമില്ല, ജയിക്കുമെന്ന് സാധ്യതയുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും സീനിയറായിട്ടുള്ള ആളുകളെയും കഴിഞ്ഞ പ്രാവശ്യം മത്സരിപ്പിക്കാത്തവരെയും തീർച്ചയായിട്ടും മത്സരിപ്പിക്കുമെന്ന് പറഞ്ഞെങ്കിലും യഥാർത്ഥത്തിൽ കാര്യത്തോടടുക്കുമ്പോൾ, ഫലത്തിൽ വരുമ്പോൾ ഇതൊന്നും സംഭവിക്കുന്നില്ല. അവിടെ സംഭവിക്കുന്നത് പിണറായിസം തന്നെയാണ്. അൻവർക്ക് പറയുന്നത് തന്നെയാണ് അവസാനം നടക്കുന്നത്. പിണറായി പറയും, പാർട്ടി അനുസരിക്കും എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആ പോകുന്നതിനിടയിൽ ഈ ജി സുധാകരന്മാർക്ക് ഒരു സ്കോപ്പില്ല, തോമസ് ഐസക്കിന് ഒരു സ്കോപ്പില്ല, ശൈലജ ടീച്ചർക്കും ആ പറയുന്ന തരത്തിൽ ഒരു സ്കോപ്പില്ല. ജയരാജന്മാരോടും കെ രാഗേഷിനോടുമൊക്കെ മുഖ്യമന്ത്രി കണ്ണുരുട്ടിയപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്ക് സീറ്റേ ഇല്ല, ജില്ലയിൽ നിന്ന് അവരുടെ പേരേ കയറി വന്നില്ല. പിന്നെ അവർ കരയുകയും കാലുപിടിക്കുകയൊക്കെ ചെയ്തപ്പോൾ എങ്കിൽ പേരവിടെ പോയി നിൽക്കൂ എന്ന് പറയുകയാണ്. അപ്പോൾ ഇതൊരു വലിയ പ്രതിസന്ധിയാണ്. അതുപോലെ തന്നെ രാമകൃഷ്ണൻ, പിന്നെ നമ്മുടെ പയ്യന്നൂരിൽ കുഞ്ഞുകൃഷ്ണൻ വളരെ കൃത്യമായി പയ്യന്നൂരിൽ ഒരു വിമത സ്ഥാനാർത്ഥിയാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇനി കുഞ്ഞുകൃഷ്ണൻ മത്സരിച്ചില്ല എങ്കിൽ വൈശാഖൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള വൈശാഖൻ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. വൈശാഖൻ എന്തായാലും കുഞ്ഞുകൃഷ്ണൻ ഇല്ലെങ്കിൽ വൈശാഖൻ മത്സരിക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് മധുസൂദന് വലിയ ഒരു തിരിച്ചടി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു വശത്ത് CPM-ന് ഈ ആൻറ്റി ഇൻകംബൻസ്, ഭരണവിരുദ്ധ വികാരം പ്രശ്നമാണ്. അത് വളരെ വലിയ തോതിലാണ് നിൽക്കുന്നത്. അതിനിടയിലാണ് സംഘടനാപരമായ ഈ ദൗർബല്യം അവർക്ക് വിവിധ ജില്ലകളിൽ അവരെ പിടിച്ച് ഉലയ്ക്കും. അപ്പോഴും അവരുടെ ഒരു പ്രശ്നമെന്തെന്ന് വെച്ചാൽ എത്ര കുഴപ്പം സംഭവിച്ചാലും, എത്ര തോറ്റാലും, എത്ര സീറ്റ് നഷ്ടപ്പെട്ടാലും അത് സമ്മതിക്കില്ല എന്നുള്ള ഒരു ഗുണം CPM-നുള്ളത് കൊണ്ട് ഈ തോൽവിയൊക്കെ എന്ത് തോൽവി, ഇതിനേക്കാൾ വലിയ തോൽവിയല്ലേ വരാനിരിക്കുന്നത്.